ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ വൻ കോമഡികൾ നടക്കുകയാണ്. ഇപ്പോൾ ലൈവ് കാണുമ്പോൾ നമുക്കറിയാം ആ കിച്ചൺ ഏരിയയിൽ ഏകദേശം ബിഗ് ബോസ് വീട്ടിലുള്ള 16 പേരും ചേർന്ന് അടിയുണ്ടാക്കുകയാണ്. ഭയങ്കരമായ അടിയാണ്. കാര്യം എല്ലാവരും നോമിനേഷനിൽ വന്നു. അതുപോലെ മിഡ് വീക്ക് എവിക്ഷനുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും കണ്ടൻറ്റുകൾ കൊടുത്ത് സ്ക്രീൻ സ്പേസ് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ചെറിയ വഴക്കുണ്ടായാലും അവിടെ എല്ലാവരും കൂടി ഇടപെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കിച്ചൺ ഏരിയയിൽ അക്ബറും ഷാനവാസും അതുപോലെ അപ്പാനി ശരത്തും അഭിലാഷും അനീഷും ഇവരെല്ലാവരും കൂടി ഭയങ്കരമായ വഴക്കുണ്ടാക്കുമ്പോൾ ഇതിലൊന്നും മൈൻഡ് ചെയ്യാതെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അനുമോളും ആദിലയും നൂറയും നമ്മുടെ സോഫയിലിരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ രസകരമായിട്ട് പറയുകയാണ്. അവർ നാട്ടിലെ സംഭവങ്ങൾ, കാര്യങ്ങൾ, ബിഗ് ബോസിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ കൂളായിട്ട് സംസാരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഇത്രയും വലിയ ബഹളം നടക്കുമ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ, അതിലൊന്നും ഇൻവോൾവ് ആവാതെ, ഇത് അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന ചിന്തയിൽ ഇവരവിടെ ഇരുന്ന് നാട്ടുവർത്തനമൊക്കെ പറഞ്ഞ് അങ്ങനെ സുഖിച്ചും കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്നൊരു രസകരമായ കാഴ്ച ലൈവിൽ കാണാം. ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അവിടെ അപ്പുറത്ത് ബഹളം, ഇപ്പുറത്ത് ഇവരിങ്ങനെ കൂളായിരിക്കുന്നത്, അപ്പുറത്ത് ബഹളം, ഇങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കാണിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു സീനായിരുന്നു അത്. കാര്യം നമ്മളെന്താ പറയുക, ഒരു വശത്ത് ഭയങ്കരമായിട്ട് അടികളെല്ലാം നടക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പുറത്ത് എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. അവരത് കൺസേണേ അല്ല, അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി അവർക്ക് യാതൊരു രീതിയിലുള്ള ഉത്കണ്ഠയും ഇല്ലെന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ രസകരമായിട്ടുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.